എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഴക്കട്ടയാണ്. കുഴക്കട്ട ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് അല്ലേ. എന്നാൽ വ്യത്യസ്ത രീതിയിൽ ഫില്ലിങ് റെഡിയാക്കിയിട്ടാണ് ഈ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലരൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ഗോതമ്പ് പൊടി വെച്ചും അതുപോലെ അരിപ്പൊടി വെച്ചും ഞാൻ ഇവിടെ കുഴക്കട്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ടേസ്റ്റോട് കൂടി കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് 3 അച്ച് ചെറിയ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം കഷ്ടിച്ചേ കാണത്തുള്ളൂ. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനൊന്ന് പാനിയാക്കി എടുക്കണം. ഒരു നൂൽപ്പരും അങ്ങനെയൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഉരുകി പറഞ്ഞാൽ അത്രയും മാത്രം മതി. ഇത് വേറെ ഒരു ഫ്രൈ പാനിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. കാരണം ഇതിൽ കല്ലും പൊടികളൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിൽ ഇത്രയും മാത്രം അഴുക്കുണ്ടായിരുന്നു. ഈ പാനി നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രമാത്രം ഫില്ലിങ് വേണോ അതനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നല്ല രീതിയിൽ വെള്ളം പോലാണല്ലോ പാനി ഇരിക്കുന്നത്. ഈ പാനി ജസ്റ്റ് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് തീ മീഡിയത്തിലിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ശർക്കര പാനി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. മട്ടയവലാണ്, കട്ടി ഒട്ടില്ലാത്ത അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത അവലാണ്. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഈ അവൽ പൊടിഞ്ഞു വരണം. ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ആ അവലാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അവലും കൂടി ഇട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അവലിട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക. ഇട്ടിത് അവൽ നല്ലതായിട്ട് ശർക്കര പാനിയായിട്ട് അങ്ങ് മിക്സായി കിട്ടണം. നല്ലതായിട്ട് ഇത് മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമെല്ലാം മാറ്റി ശർക്കരയെല്ലാം അവലിലോട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണാണ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പച്ച കപ്പലണ്ടി ആയിരുന്നു. അത് ഫ്രൈ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് എൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ്. ആ കപ്പലണ്ടി കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ 1.5 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ളും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിനി ഇളക്കിയെടുക്കാം. എള്ള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എള്ളില്ലാത്തവർ എള്ളിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് ഏലക്ക പൊടിച്ചെടുത്തതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഡയറക്റ്റ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. തേങ്ങയുടെ മിക്സ് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 250 ml കപ്പിൽ 2 കപ്പ് ആട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ ആട്ട കുഴച്ചെടുക്കത്തില്ലേ, ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. അതിനേക്കാളും കുറച്ചുകൂടെ ലൂസി വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഞാനിത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയും വെള്ളം അധികമുണ്ട്. 1/2 കപ്പ് എടുത്തതിൽ 1/4 കപ്പ് വെള്ളം അധികം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വെള്ളം നോക്കി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കത്തുമില്ല. നല്ല രീതിയിൽ കിട്ടും. നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. അങ്ങനെ ഇവിടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. കുഴക്കട്ടയുടെ രീതിയിൽ ഓരോ ഉരുള എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ഇതിനൊരു ഷേപ്പ് ആക്കി എടുക്കുക. കുഴക്കട്ടയുടെ ഒക്കെ ഷേപ്പില്ലേ ആക്കി എടുത്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെച്ച് കൊടുക്കല്ല, കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ കുഴക്കട്ടയുടെ രീതിയിൽ നമുക്കിതിനെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉരുട്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് മാവിങ്ങനെ മുകളിൽ അധികമായിട്ട് വരും. എനിക്ക് ഒത്തിരി ഇങ്ങനെ മാവായിട്ടിരിക്കുന്ന താല്പര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ എടുത്തങ്ങ് മാറ്റും കേട്ടോ. മാറ്റിയിട്ടാണ് ഇതിന് ബോൾ പോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് കാണുവാണെങ്കിൽ അവിടെ ശകലം മാവ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഷേപ്പായി കിട്ടുമേ. അങ്ങനെ നമുക്കിതിനെല്ലാം ഉരുളകളാക്കി എടുക്കാം. ഇഡ്ഡലി പാത്രത്തിലോ അല്ല സ്റ്റീമറിലോ വെള്ളം എടുക്കുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് അതിലോട്ട് പറക്കി വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടിയുടെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ഗോതമ്പൊടി മാവ് കുഴച്ചെടുത്തില്ലേ, അത് പറഞ്ഞ പോലെ തന്നെ ഈ മാവ് ഞാൻ കുഴച്ചെടുത്തതാണ്. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തത് കേട്ടോ. അതെടുക്കുക, വെള്ളം ഒഴിച്ച് അതിന് കുഴയ്ക്കുക. ഇടിയപ്പത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസി കുഴച്ചെടുക്കുക. ഒരു ശകലം നെയ്യും കൂടി ഇട്ട് അതിനെ കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴക്കട്ട പോലെ ആക്കിയെടുക്കുക. ഇതിനകത്ത് ഫില്ലിങ് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അടച്ചെടുക്കാം. അടച്ചെടുക്കുക എന്ന് പറയുമ്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണം ഇതിനും ചെയ്തെടുക്കാൻ. അധികം മാവുകൊണ്ട് കുറച്ചെടുത്തങ്ങ് മാറ്റുക. എവിടെയെങ്കിലും ക്രാക്ക് വീണതായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ ശകലം വെള്ളം തൊട്ടിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് നല്ല രീതിയിൽ കയ്യിൽ വെള്ളം നനച്ചിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത് കഴിയുമ്പോൾ നല്ല കുഴക്കട്ടയുടെ ഷേപ്പായി കിട്ടും. ഇതിനെ നമുക്ക് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടുകൂടി ഇതങ്ങ് പുറത്തെടുക്കരുത്. കാരണം കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് മാത്രം ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാവും കേട്ടോ.
അങ്ങനെ 2 കൊഴുക്കട്ടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഫില്ലിങ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് അരിപ്പൊടിയുടെ കൊഴുക്കട്ട കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ കപ്പലിൻ്റെയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് കൊഴുക്കട്ടയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഗോതമ്പ് കൊഴുക്കട്ടയും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളത്, അപ്പോൾ അരിപ്പൊടിയുടെ ആണെങ്കിൽ ഗോതമ്പൊടിയുടെ ആണ്, നിങ്ങൾ ആ രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.